ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു ഒരു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണു വിചാരിക്കണു. നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറേ പേര് എനിക്ക് വളരെ എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നു, പറഞ്ഞു തന്നു. നമ്മളെങ്ങനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നു. ഹൗ ഡു യു ഓവർകം ഗ്രീഫ് ആൻഡ് ഹൗ ഡു യു പിക്ക് യുവർ സെൽഫ് അപ്പ്, ഹൗ ഡു യു മൂവ് ഓൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. കുറേ പേര് അച്ഛനെ കുറിച്ചിട്ടും സംസാരിച്ചിരുന്നു. സോ താങ്ക് യു ടു വൺ ആൻഡ് ഓൾ. ഇത്രയും എൻകറേജ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമില്ലല്ലോ. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നിരുന്നു. സോ വിച്ച് ഈസ് ഓൾ പാർട്ട് ഓഫ് ദിസ്, എന്താ പറയുക, സെൽഫ് റിക്കവറി. ആ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ കേട്ടോ. ബിക്കോസ് നമ്മൾ ആഫ്റ്റർ ഓൾ ഇതൊരു വലിയ ട്രോമാറ്റിക് ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ ലൈഫിലുണ്ടായ. എൻ്റെ ഒരു ദ ബിഗ്ഗസ്റ്റ് ട്രോമ ഇൻ മൈ ലൈഫ് സോ ഫാർ ആണ് എനിക്കിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതൊക്കെ. ആൻഡ് സോ എന്താ പറയുക, ഞാനിങ്ങനെ കുട്ടികളുടെ മുമ്പിലും ഒന്നും ഇങ്ങനെ വിഷമം ഒന്ന് എക്സ്പ്രസ് ചെയ്യാണ്ട് ഐ എം ട്രൈങ് ടു ഫോക്കസ് ഓൺ വർക്ക് ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരാൻ തുടങ്ങിയത് വേറെ രീതിയിലൊക്കെ ആയി. ലൈക്ക് ദേഷ്യം, കുട്ടികളോടൊക്കെ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യം വരിക. അപ്പോൾ ആൻഡ് ദാറ്റ്സ് നോട്ട് റൈറ്റ് ഓൺ ദ കിഡ്സ്, റൈറ്റ്? അവർക്ക് അത് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ ദെം. ആൻഡ് ഞാൻ എന്താ പറയുക, അത് ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ മൈ ബോഡി ആൻഡ് മൈൻഡ്. സുനിലിനോട് ചെയ്യണതും ഇറ്റ്സ് നോട്ട് ഫെയർ. കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ലൈഫിൽ. ബട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ദിസ് ഈസ് നോട്ട് വാട്ട് അച്ഛൻ വുഡ് വോണ്ട് മീ ടു ഡു, റൈറ്റ്? അച്ഛനിപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് കരയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു തുടങ്ങണം എന്ന് വിചാരിച്ചത് കേട്ടോ. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ടൈം ദറ്റ് ഐ പിക്ക് മൈ സെൽഫ് അപ്പ്. ആൻഡ് ഞാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ച വെച്ചാൽ വിഷമിക്കാതിരിക്കുക എന്നല്ല, വിഷമിക്കാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും ഇറ്റ്സ് സംതിങ് ദാറ്റ് വിൽ കീപ് കമ്മിങ് ബാക്ക്. അങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും എന്തായാലും. അത് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? കുറേ പേർക്ക് തോന്നുമോ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ. ബട്ട് ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ഒരു എന്താ പറയുക, വി ആർ സോ ക്ലോസ്. ഐ വോണ്ട് ടു സേ വി ആർ, നോട്ട് വി ആർ വെരി ക്ലോസ്. അപ്പോൾ ആ എൻ്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവും. സോ ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു പിക്ക് മൈ സെൽഫ് അപ്പ്, അല്ലേ? എനിക്കും വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആസ് എ മദർ, ഇൻ പെർട്ടിക്കുലർ ആസ് എ മദർ. കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തളർന്ന് പോകാൻ പാടില്ല. ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കരയണു കേട്ടോ. തളർന്നു പോകാൻ പാടില്ല അറ്റ്ലീസ്റ്റ്. അപ്പം അത്രയും എനിക്കൊരു വിചാരമുണ്ട്. സോ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ടു റിക്കവർ ആൻഡ് സ്റ്റാർട്ട് ലിവിങ് അഗൈൻ. കുറേ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ചാനലിൻ്റെ കാര്യമൊക്കെ ഞാൻ കുറേ ഇഗ്നോർ ചെയ്ത് നമ്മുടെ ലൈക്ക് ചാനലിൻ്റെ ഒരു ഗ്രോത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നല്ലോ കുറച്ച് നാളായിട്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ദ പേസ് ഓഫ് ഗ്രോത്ത് ഒക്കെ കുറഞ്ഞു. കുറേ പേര് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസാണ് കുറേ പേര് മെയിനായിട്ട് ചോദിച്ചാൽ എവിടെ പോയി കാണാനില്ലല്ലോ. കുറേ പേർക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. സോ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആൻഡ് ഞാൻ വീഡിയോ എൻ്റെ ചെയ്തിരുന്നതൊക്കെ ലാസ്റ്റ് വീക്കിൽ. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് മിസ്സിങ് ഇൻ ആക്ഷൻ ആയതെന്നും കൂടെ പറയാൻ വിചാരിച്ചു. പ്ലസ് എല്ലാവരും അച്ഛനെ കുറിച്ചും ചോദിച്ചിരുന്നതുകൊണ്ടൊക്കെയാണ് കേട്ടോ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു പിക്ക് മൈ സെൽഫ് അപ്പ്. പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യുക, ചെറുതായിട്ടെങ്കിലൊക്കെ ഒന്ന് തുടങ്ങുക, ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഐ ഹാവ് ടു ഫോഴ്സ് മൈ സെൽഫ് ആൻഡ് അതൊക്കെ ഒന്ന് ചെയ്യണം. എന്നാലേ നമ്മൾ ആ ഒരു എന്താ പറയുക, ഐ വോണ്ട് സേ ഡിപ്രഷൻ, ഇറ്റ്സ് എ ബിഗ് വേർഡ് ടു യൂസ്. അങ്ങനെ വെറുതെ എറിഞ്ഞ് കളിക്കേണ്ട ഒരു വേർഡല്ല അത്. ബട്ട് ഒരു എന്താ പറയുക, ആങ്സൈറ്റി ആൻഡ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരണം. ഐ എം പ്രേയിങ് അ ലോട്ട് for strength to be able to move on. And kids are also very supportive. സാനൊക്കെ എപ്പോഴും എന്നെ വന്ന് ഹഗ്ഗിങ്ങും അങ്ങനെയൊക്കെയാണ്. സുനിലുണ്ട് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദെം, ടുവേർഡ്സ് മൈ സെൽഫ്, അമ്മയ്ക്ക് ആൻഡ് അച്ഛനും ടു
ഡു തിങ്സ് ആൻഡ് സ്റ്റാർട്ട് ബിക്കമിങ് മൈ സെൽഫ് അഗൈൻ എസെൻഷ്യലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. വാട്ട് ഈസ് സർട്ടൻ തിങ്സ് ദാറ്റ് ഐ എം ഡൂയിങ്, എന്തൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണേ ഓവർകം ചെയ്യാൻ. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കണ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. ബട്ട് അതൊക്കെ ഇനി മാറണം. ആദ്യം തന്നെ എനിക്ക് മനുഷ്യകോലം വരണം. ഞാൻ പോയിട്ട് എൻ്റെ ത്രെഡിങ് ഒക്കെ ഒന്ന് ചെയ്തു കേട്ടോ. ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ലൈക്ക് എ കരടി. സോ എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് പോയി ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊരു ഓക്കെ, ഇനി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം, മുഖം കാണിക്കാം എന്നുള്ളൊരു നില. ഇപ്പൊ നല്ല വെതർ ആയിട്ടോ. സ്പ്രിങ് തുടങ്ങി സിഡ്നിയിൽ. വി ഹാവ് ലൈക്ക് ബ്യൂട്ടിഫുൾ വെതർ ഔട്ട്സൈഡ്, നൈസ് ആൻഡ് സണ്ണി. ചില ദിവസമൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട്, ചില ദിവസം നല്ല വെയിലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് നേച്ചേഴ്സ് വേ. ഐ തിങ്ക് നമ്മളെ ഹിയർ യു ഗോ, എൻജോയ് ദ ഗുഡ് വെതർ. ലൈഫ് ഇസ് ഷോർട്ട്, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യണത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഈ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഈ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ റിക്കവറായി കൊണ്ടുവരാൻ വൺ ഓഫ് ദ തിങ്സ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായത് വാസ് ഗെറ്റിംഗ് ഔട്ടോ. ഞാൻ വീടിനകത്തൊരു ഷെല്ലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, പുറം ലോകമൊന്നും കാണാതെ. അപ്പോൾ അതിൽ മാറ്റം വരുത്താനാണ് ഞാനൊരു ഫ്രൈഡേ നോക്കിയിട്ടൊന്ന് ഓഫീസ് പോണേ. അതർ തിങ് ഈസ്, ഇവിടെ സിഡ്നിയിലുള്ളവർക്കൊക്കെ അറിയാം, ഈ ഒരു മെട്രോ ലൈൻ സിറ്റി വരെ എക്സ്പാൻഡ് ആയിരിക്കണം. അപ്പോൾ ബാരംഗറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ ഓഫീസ്. അവിടെ പുതിയ മെട്രോൻ്റെ സ്റ്റോപ്പൊക്കെ വന്നിരിക്കണു. ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഓഫീസിലൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ഈ സംഭവമൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയത് കേട്ടോ. എല്ലാ സോഷ്യൽ മീഡിയയിലും ആൾക്കാർ ഇതിനെ കുറിച്ചിട്ടാണ് ഫുൾ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് എൻ്റെ ജേർണി സേവ് ചെയ്യും ഈ ഒരു പുതിയ മെട്രോ വന്നത്. കിടലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാരംഗറു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു അബറിജിനൽ നെയിമാണ്. അപ്പോൾ അവരുടെ ഒരു തീമും ആ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കണേ. എല്ലാ പുതിയ സ്റ്റേഷൻസ് വന്നതും ഓരോ രീതിയിലാണ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിംഗ്, ചിലതൊക്കെ കുറേ സ്പേസ് ക്രാഫ്റ്റ് പോലെ അങ്ങനെയൊക്കെ. ആൻഡ് വെരി നീറ്റ്, ക്ലീൻ ആണ്, ബ്രാൻഡ് ന്യൂ ആണല്ലോ. ആൻഡ് മെട്രോ ഇസ് വെരി റിലയബിൾ ഇവിടെ കേട്ടോ. എവറി 4 മിനിറ്റ്സ് ഉണ്ട് നമുക്ക്. ഈ പുറത്തിറങ്ങുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കണ്ടു $5.60 എനിക്ക് എൻ്റെ ഓഫീസിലെത്താം. ഇത് വൺ വേയുടെ ഒരു പ്രൈസിങ് ആണ്. ആൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ട്രാവലിൻ്റെ ചാർജൊക്കെ പോവുക. സോ ഈ ഓപ്പൽ കാർഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ഇറ്റ്സ് ലൈക്ക് എ ട്രാവൽ കാർഡ് ആൻഡ് ദിസ് ന്യൂ സ്റ്റേഷൻ എല്ലാം അങ്ങനെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സോ ബ്യൂട്ടിഫുൾ. അണ്ടർഗ്രൗണ്ടാണ് ഇത് മുഴുവനും കേട്ടോ. ആൻഡ് ദെൻ നമുക്ക് പതുക്കെ അങ്ങനെ ഈ നീണ്ട എസ്കലേറ്ററും വീണ്ടും ഒരു എസ്കലേറ്ററും ഒക്കെ കൂടെ അങ്ങോട്ട് കയറിയിട്ടാണ് പുറത്തെത്തുക. വെരി ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് ഡേ. സ്പ്രിംഗ് തുടങ്ങി ഓസ്ട്രേലിയയിൽ. ആൻഡ് ഇറ്റ്സ് വാം ആക്ച്വലി. നോർമൽ സ്പ്രിങ്ങിനെക്കാട്ടും കുറച്ചുകൂടെ വാമാണ്. ബട്ട് ഇത് എനിക്ക് നല്ല കറക്റ്റ് വെതറാണ്. ഒരു 25 ഡിഗ്രി എന്നൊക്കെ വെച്ചാൽ എനിക്ക് നല്ല പെർഫെക്റ്റ് വെതറാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എൻ്റെ ഓഫീസ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ എൻ്റെ ഓഫീസൊക്കെ കാണാം. അവിടെ ബസ്സും ഇറങ്ങും. ബസ്സിലിറങ്ങിയിട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് മെട്രോ പിടിച്ചിട്ട് വീട്ടിൽ പോവാം. സോ ദാറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആർ ലൈക്ക് റിയലി ഗുഡ് കേട്ടോ. നല്ല ബ്രൈറ്റ് ബ്ലൂ സ്കൈ കാണാണ്ട്. ഇവിടെ അടുത്ത് കടലാണ്. ഇവിടുന്ന് അടുത്ത് എൻ്റെ ഓഫീസ് കാണാം. ഓഫീസിലും ഇതിനൊക്കെ കുറിച്ചിട്ട് ഭയങ്കര സപ്പോർട്ടാട്ടോ. EAP അല്ലെങ്കിൽ എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് മനസ്സിന് വിഷമം, ഇങ്ങനത്തെ ഒരു ട്രോമ ഒക്കെ ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സർവീസസ് ഒക്കെയാണ്. ആൻഡ് അത് അനോണിമസും ആയിട്ടായിരിക്കും കേട്ടോ. സോ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ ഇറ്റ്സ് വെരി പോപ്പുലർ. അങ്ങനെ എത്തി ഇവിടെ. ഞാനിനി എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് റിക്കവറിങ്, ഗെറ്റിംഗ് ബാക്ക് ടു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ വല്ലാണ്ട് വെയിറ്റൊക്കെ ലോസ് ആയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളായിട്ട്. അപ്പോൾ സുണ്ടു എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ എപ്പോഴും ഓരോന്ന് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടും കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, അയ്യോ മുഖമൊക്കെ വല്ലാണ്ട് ഒട്ടി, ക്ഷീണിച്ചു, കുറേ കിലോ കുറഞ്ഞു ഞാൻ. ഇറ്റ്സ് ഓൾ ഫ്രം സ്ട്രെസ് ആൻഡ് സ്റ്റഫ്. സോ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ അതൊക്കെ പിക്കപ്പ് ചെയ്യണം. ബിക്കോസ് ഹെൽത്ത് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അതില്ലാണ്ടൊന്നും ശരിയാവില്ല, റൈറ്റ്? അപ്പോൾ ഞാനിനി ബാക്ക് ടു എൻ്റെ പഴയ ഫുഡടി രീതിയിലേക്കൊക്കെ എനിക്ക് കിടക്കണം. കിച്ചണിൽ പോയിട്ട് എന്താ ഉള്ളതെന്നൊക്കെ നോക്കിയൊന്ന് പതുക്കെ കുറച്ച് പണിയൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ.
വർക്ക് ഇസ് സച്ച് എ ഗുഡ് ഡിസ്ട്രാക്ഷൻ, ലൈക്ക് ഇൻ എ ഗുഡ് വേ കേട്ടോ. ഇങ്ങനത്തെ കുറേ മനസ്സ് വിഷമിക്കാതെ എൻ്റെ മനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ കുറേ നേരത്തിന് മാറ്റി വയ്ക്കാൻ ജോലി കുറേ സഹായിച്ചിരുന്നു. ആൻഡ് എസ്പെഷ്യലി എൻ്റെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നു. അധികം സ്ട്രെസ്സുള്ള വർക്കൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യണില്ല. പിന്നെ സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തേതായ ഫുഡ് കുറേ കാര്യങ്ങളുണ്ട് എനിക്കിഷ്ടമുള്ളത്. ഇപ്പോൾ ചിക്കൻ സ്നിറ്റ്സൽ വിത്ത് ഗ്രേവി ആൻഡ് കുറച്ച് നല്ല കിടിലം ഗ്രീക്ക് സാലഡും കുറച്ച് പാസ്റ്റയും ഇത്രയും നല്ല ഫുഡും അടിച്ചിട്ട് ഞാൻ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി മെട്രോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ചൂടെടുത്തു. അപ്പോൾ വേഗം ഞാൻ ഊബർ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഊബറിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു, ബാസ്കിൻ റോബിൻസ് ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇവർക്ക് ഇങ്ങനത്തെ ഒരു പാക്ക് ഉണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 6 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. പ്ലസ് വല്ല ടോപ്പിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വലിയ ഇഷ്ടമാണ്. ബിക്കോസ് ഞാനും സുണിലും സാനും ഭയങ്കര ഓരോ പ്രെഫറൻസ് ഉള്ള ഫ്ലേവേഴ്സൊക്കെയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. കുറച്ച് നേരം നല്ല തണുത്ത ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴാണ് എനിക്ക് ഉഷാറായത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് സെൽഫ് കെയർ ഹീലിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങണം. സാനുവിന് ഇവിടുത്തെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസിൽ പാട്ടിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് അല്ല പ്രാവശ്യം അവൾക്ക് പാട്ടാണുള്ളത്. അപ്പോൾ ആദ്യം ഞാനും സാഷും വീട്ടിലിരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ സുണിൽ സമ്മതിച്ചില്ല, നിർബന്ധിച്ച് എന്തായാലും നിങ്ങളും വരണം പറഞ്ഞ് സാനുവിൻ്റെ കൂടെ സുനിലിൻ്റെയും കൂടെ ഞാനും സാഷും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർ പാട്ടും കൂത്താണ് വണ്ടിയിൽ. പെൻഡ്രിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടക്കണേ. ഹിൽസ് പെർഫോമിംഗ് ആർട്സ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു പേര്. നമ്മുടെ ഈ കലാതിലകം പരിപാടികളൊക്കെ ഇല്ലേ, അതുമാതിരിത്തെ അങ്ങനെ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് ഒരു ദിവസം വൈകുന്നേരം. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ട് നമ്മളിത് അങ്ങനെ പോണേ. പെൻഡ്രിത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുള്ള സ്ഥലമാണ്. സോ വാസ് എ നൈസ് ലോങ് ഡ്രൈവ്. ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഡ്രൈവ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം പുറത്തിങ്ങനെ വണ്ടിയിലിരുന്ന് ഡ്രൈവിന് പോയൊരു ഫീലിംഗ് എനിക്ക് കേട്ടോ. ഇറ്റ് വാസ് എ വെരി നൈസ് ഡ്രൈവ് ദെയർ. ബിക്കോസ് കുറേ ദൂരം ഉള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി വർത്താനൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സാശു കുറച്ച് കഴിഞ്ഞപ്പോൾ വാശിയൊക്കെ ആയി. എന്നാലും ജസ്റ്റ് ടു ബി ഏബിൾ ടു സീ നേച്ചർ, ഈ ഒരു റൈഡ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് പെൻഡ്രിത്ത് പാന്തേഴ്സ് ക്ലബ്. ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ പേരൻസും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. സാനുവിനെ നമ്മൾ സൈൻ ഇനൊക്കെ ചെയ്തിട്ട് അവളുടെ സ്കൂളിൻ്റെ ടീമിൻ്റെ അടുത്ത് കൊണ്ടാക്കണം. അതൊക്കെ സുനിലിത പോയി ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. സാഷുമ ഇതിപ്പോൾ പെൻഡ്രിത്ത് പാന്തേഴ്സ് ക്ലബ്ബാണ്. അപ്പോൾ അവിടെ കുറേ പാന്തേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ ഓരോ ഇതുകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഇവൾക്ക് പേടിയൊന്നുമല്ല. അവൾക്ക് പുലിമടയിൽ കയറി പുലിയുടെ വായക്കകത്ത് കൈയിടണം. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് മാറി അവൾ അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് ഫുൾ കളിയായിരുന്നു കേട്ടോ. സാനുവിൻ്റെ പ്രോഗ്രാം തുടങ്ങാൻ ടൈം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ് സ്റ്റെപ്പിംഗ് ഔട്ട്. ഇവിടെ വന്നപ്പോൾ സാനുവിൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ പേരൻസിനെ കണ്ടു, അവരായിട്ട് സംസാരിച്ചു. സോ വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ പ്രോഗ്രാമിന് കയറാൻ പോവാം. ടിക്കറ്റഡ് ഇവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സാഷുവിന് ടിക്കറ്റ് ആവശ്യമില്ല, ഞാനും സുനിലിനെയും നമുക്ക് രണ്ടുപേർക്കേ വേണ്ടു. അതൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മുടെ ടേൺ കയറാൻ. ഈ സ്കൂൾസിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് സ്കൂൾസ് ഇല്ലേ, അവരൊക്കെയാണ് ഇവൻച്വലി സെലക്ട് ആയത് ഈ ഒരു ഫൈനൽ ഈവൻറ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇറ്റ് വാസ് എ ഗുഡ് തിങ് ദാറ്റ് സാനു വാസ് സെലക്ടഡ്. കുറേയൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. കുറച്ച് സ്നാപ്ഷോട്ട്സ് കാണിച്ചു തരാം. ഇതൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഡാൻസ് ഗ്രൂപ്പ്സിൻ്റെ ആയിരുന്നു. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അധികമുള്ള സ്കൂളിലത്തെ കുട്ടികളുടെ ഇന്ത്യൻ ഡാൻസും ഉണ്ടായിരുന്നു. വിച്ച് വാസ് സോ നൈസ്. ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ പാട്ടുണ്ടായിരുന്നു. സാനുവിൻ്റെ 9 സോങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. സാനുവിന്
കുറേ കൊല്ലങ്ങൾക്ക് കാണുന്ന ശേഷം കാണുന്ന മാതിരിയാണ്. സാനുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത്രയും നേരം ഇരിക്കപ്പുറത്തില്ലാതെ ഇരിക്കുകയെന്ന് തൊട്ടൊക്കെ ആവ്. സാനുവിനെ കണ്ടപ്പോഴാണ് പിന്നെ സന്തോഷമായിട്ട് പിന്നെ കൂടെ പോയത്. അപ്പോഴാണ് എനിക്കും സുനിലിന് തന്നെ ഒന്ന് ശ്വാസം വിട്ടേ. ഒക്കെ നല്ല വികൃതിയായിരുന്നു അവിടെ ഇരുന്നിട്ട്. എനിവേസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞാൻ എന്താ പതുക്കെ കുക്കിങ്ങിലേക്കൊക്കെ കടന്നു തുടങ്ങി കേട്ടോ. ബിക്കോസ് കുറേ കാലമായി ഞാൻ എല്ലാവരും ഇഗ്നോർ ചെയ്തു. പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കണില്ല, എനിക്കിഷ്ടമുള്ളതോ സുനിലിന് ഇഷ്ടമുള്ളതോ ഒന്നും ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. ഹായ് ഗൈസ്, ഒന്ന് കുളിച്ച് റെഡി ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കണ ഞാൻ കാണിച്ചതല്ലേ. കുറച്ച് ബേസിക് കുറച്ച് ഫുഡ്, കുറച്ച് ഫ്രൈഡ് റൈസ്, മുട്ട അങ്ങനത്തെ കുറച്ച് ഇതാ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് എടുത്തു ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ്, മുട്ടക്കറിയും ഇതൊക്കെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം എനിക്കിപ്പോൾ. അപ്പോൾ ഞാൻ അവളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒന്ന് ഇറങ്ങാം. സുനിലും പറഞ്ഞു പുറത്തിറങ്ങാനൊക്കെ ആയിരിക്കും നല്ലത്. വീട്ടിലിങ്ങനെ ഞാൻ എവിടെയും പോകാറൊന്നുമില്ല. ഇപ്പോൾ വീക്കെൻഡ്സൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആകെ ഒരു മൂഡില്ലായിരുന്നു. ആൻഡ് യുനോ ആ ഒരു മൂഡില്ലായ്മ വാസ് ലൈക്ക് ചാനലിങ് ഇൻ ടു വേറെ രീതിയിൽ ദേഷ്യം പിടിക്കുക, അങ്ങനെ ഒരു ഡിപ്രസീവ് ഒരു ഫീലിംഗ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ഡൂയിങ് സർട്ടൻ തിങ്സ്. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ്. പുറത്ത് പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സിഡ്നിയിൽ ഇപ്പോൾ സ്പ്രിംഗ് ആണ്, പക്ഷേ ചൂസായിട്ട് നല്ല കാറ്റും നല്ല വെയിലൊക്കെ കേട്ടോ. കാണാണ്ടോ അറിയില്ല എനിക്ക്. കണ്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്, ചുട്ട കാറ്റ്. ആൻഡ് വെയിലും നല്ലോണം കിട്ടുന്നുണ്ട്. രാത്രിയും രാവിലെകളിലൊക്കെ നല്ല തണുപ്പുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് സമ്മർ പോലത്തെ ഒരു വെതർ ആയിരിക്കണം. അപ്പോൾ ഞാൻ കണ്ടു ഷോർട്ട് സ്ലീവ്സിലൊക്കെ ആയിരിക്കണം. കാരണം അത്രയ്ക്ക് വാമായി തുടങ്ങി ടെമ്പറേച്ചറൊക്കെ ഡ്യൂറിങ് ദ ഡേ. ചില ദിവസം നമുക്ക് 29 ഒക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് സമ്മർ. നേരത്തെ വിൻ്റർ തുടങ്ങിയതുകൊണ്ടാവും നേരത്തെ തണുപ്പൊക്കെ അങ്ങോട്ട് മാറി സ്പ്രിങ്ങിലും കുറച്ചൊരു വാം വെതർ തോന്നണേ. വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. തണുപ്പെനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിവേസ്, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ്സ് ഡ്രൈവാണുള്ളൂ. സുനിലില്ല, സുനിൽ കുറച്ച് തിരക്കിലാണ്. എനിക്ക് വേണ്ടി കുറേ ലീവൊക്കെ എടുത്തല്ലേ, പാവം കുറേ പെൻഡിങ് മണിയൊക്കെ തീർക്കാണ്ട്. സോ സുനിലില്ല. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് ഒന്ന് ഓടിച്ചിട്ട് അവിടെ പോട്ടെ. ചെറിയൊരു ഡ്രൈവ്, കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച്, നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സമാധാനമല്ലേ. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പതുക്കെ വരാമെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Measuring tape. നീ വിഷ് ചെയ്തോ അച്ഛനെ? മോർണിംഗ് സാനൂന്ന്. ഫാദേഴ്സ് ഡേയുടെ കുറച്ച് സ്നാപ്ഷോട്ട്സ് ആയിരുന്നു കേട്ടോ. കുട്ടികൾ നമ്മുടെ മൂഡ് എന്തൊരു മാതിരിയാണ് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്കിങ്ങനെ തോന്നുക. ഈ കുഞ്ഞിപ്പെണ്ണ് സാശുമണിയും സാനുവും കൂടിയിട്ട് ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ് ഐ ഫീൽ എൻ്റെ ലൈഫിൽ. ഇവരുടെ കളി കാണുമ്പോൾ തന്നെ എൻ്റെ പകുതി വിഷമങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. ആൻഡ് ദേ വർ സോ സപ്പോർട്ടീവ്. പാവം പിള്ളേരെ ഞാൻ എത്ര ഇഗ്നോർ ചെയ്തിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ അവരൊക്കെ എത്ര ടോളറേറ്റ് ചെയ്ത് എന്നെയും കെട്ടിപ്പിടിച്ചിട്ട് എത്രയാണ് അവർ സഹിച്ചതെന്ന് എനിക്ക് തോന്നാം. ഫാദേഴ്സ് ഡേ ആണ്. അച്ഛനോടും ഞാനും വിഷ് ചെയ്തു എ വെരി ഹാപ്പി ഫാദേഴ്സ് ഡേ വെറെവർ ഹി ഈസ്. പ്ലീസ് സ്റ്റേ ഹാപ്പി എന്നുള്ളത്. നമ്മുടെ സാശുമ്മ അപ്പോൾ ഭയങ്കര വർത്താനാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ വർത്താനൊക്കെ കേട്ടിരിക്കാൻ. അപ്പോൾ ഇറ്റ് കൈൻഡ് ഓഫ് ടേക്സ് യുവർ മൈൻഡ് ഓഫ് തിങ്സ്. നമ്മളെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഇങ്ങനെ കുഞ്ഞൊരു കുട്ടി വീട്ടിലുണ്ടായാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ കാണിച്ചത് ഫാദേഴ്സ് ഡേയുടെ കുറച്ച് ഷോർട്സ് ആയിരുന്നു കേട്ടോ. ഫാദേഴ്സ് ഡേയുടെ അന്ന് കുട്ടികൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സുനിലിന് വേണ്ടി ചെയ്തതും ഒക്കെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഫാദേഴ്സ് ഡേ ലഞ്ചായിട്ടൊന്നും ചെയ്തില്ല അപ്രാവശ്യം. നമ്മളത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. ബട്ട് ഞാൻ എത്ര ഇങ്ങനെ ഓവർകം ചെയ്യാൻ നോക്കുക എന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ സ്റ്റാർക്ക് റിമൈൻഡർ ഫോർ മീ ആസ് വെൽ, റൈറ്റ്? ദാറ്റ് ഇക്കൊല്ലം ആദ്യമായിട്ടാണ് അച്ഛനില്ലാണ്ട് ഒരു ഫാദേഴ്സ് ഡേ. അച്ഛനതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ തൊണ്ടയിടാൻ തുടങ്ങും കേട്ടോ. നോ, ഐ എം ഗോയിങ് ടു കൺട്രോൾ. അച്ഛനതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അച്ഛനിങ്ങനെ പറയും ഇതൊക്കെ സായിപ്പുകളുടെ ഓരോ ചടങ്ങാണ്, അവർക്ക് അങ്ങനെ ഒരു ദിവസം വേണം അച്ഛനമ്മേനെ ഓർക്കാനും കാണാനും ഒക്കെ.
നമ്മളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, നമ്മളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരു കൾച്ചറിലുള്ളല്ലേ നമ്മൾ വളർന്നിക്കണേ എന്നൊക്കെ തന്നെ പറയാറുണ്ട്, വിച്ച് ഇസ് ഓൾസോ ട്രൂ. പക്ഷെ ഇവിടെ വളരുന്ന കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ സാനൂനും സാഷുനൊക്കെ ഇത് വലിയൊരു സംഭവമാണ്. സുനിലും വലിയ ഹാവൂന്നും കാണിക്കാറില്ല ഇങ്ങനത്തെ പരിപാടിക്ക്. സോ വീടിൻ്റെ വേണ്ടി പോലും ഫാദേഴ്സ് ഡേ ലഞ്ച് ഓർ എനിത്തിങ്. പക്ഷേ ഐ ഫീൽ ലൈക്ക് കുട്ടികൾ ഇത് ചെയ്യണതാണ്. അവർക്കൊക്കെ വലിയ കാര്യമാണ്. മദേഴ്സ് ഡേ അതുകൊണ്ട് ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. മദേഴ്സ് ഡേക്ക് കൊല്ലം ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ നമുക്ക് മുമ്പത്തെ ഒരു വ്ളോഗിൽ. അപ്പോൾ വി തോട്ട് ഓക്കെ, ഇതൊരു വീക്കെൻഡാണ്, സൺഡേ നൈറ്റാണ്, ലെറ്റ്സ് ഗോ ഹാവ് ഡിന്നർ. just to say thank you to സുനിലിനോട് കുട്ടികളുടെ വക. thank you for being a nice dad to all of them. നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേന് താങ്ക് യു. സോ and I just want to wish all fathers. ലേറ്റ് ആയിട്ടാണെന്ന് എനിക്ക് പറയാം, എന്നാലും ഈ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാരാവാൻ പോണവർ, മുത്തശ്ശന്മാർ, അച്ചച്ചന്മാർ, ആൻഡ് ഓൾ ദാറ്റ് മെയിൽ പേഴ്സൺ ഇൻ യുവർ ഫാമിലി, ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് ഹൂസ് ഇമ്പോർട്ടൻറ്റ് ടു യു. നമ്മുടെ എന്താ പറയുക, ഒരു സ്ട്രെങ്ത് അല്ലേ, അങ്ങനത്തെ ഒരു ഫാദർ ഫിഗർ എന്ന് തന്നെ നമ്മൾ പറയില്ലേ. എനിക്ക് അങ്ങനെ ഫാദർ ഫിഗറായിട്ടും ഉണ്ട് എൻ്റെ ലൈഫിൽ കുറേ അല്ലെങ്കിലും, ബട്ട് ഇറ്റ്സ് എ വെരി പ്രൊമിനൻറ്റ് റോൾ ഇൻ എവറിബഡീസ് ലൈഫ്, റൈറ്റ്? അപ്പോൾ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക ആൻഡ് എല്ലാവർക്കും ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ അത് മാത്രമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു കൊല്ലായിരുന്നല്ലോ എനിക്ക്. No, I'm not going to cry, but അപ്പോൾ എല്ലാവർക്കും a very happy belated Father's Day. എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഏതായാലും ഇന്ന് രാത്രി ഇറങ്ങാം കേട്ടോ. അതിപ്പോൾ രാത്രിയായി, സ്പ്രിംഗ് ആണ്, പക്ഷേ രാത്രി ഒരു 6:45 ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്. അപ്പോൾ എന്തായാലും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം. രാവിലത്തെ വെതറല്ല രാത്രിയാകുമ്പോൾ, സോ അതൊക്കെ എടുത്തിട്ട് വേണം ഇപ്പം ഇനി ഇറങ്ങാൻ. കുഞ്ഞിപ്പഴനെയും കൊണ്ടുപോകണമല്ലോ, വിച്ച് ഇസ് നോട്ട് ഈസി. മൈ ഗോഡ്, അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വല്ല കഞ്ഞി കുടിച്ച് ജീവിക്കാം എന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. അവളെ വെച്ചിട്ട് ഹെർ പീക്ക് ഓഫ് ടെറിബിൾ ടൂസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അത് പറഞ്ഞപ്പോഴാണ് കുറേ പേര് എന്നോട് വിഷ് ചെയ്തിരുന്നു കേട്ടോ. സാനും സാഷും അവരുടെ ബർത്ത്ഡേസ് ആയിരുന്നു ഓഗസ്റ്റിൽ നിന്ന്. കുറേ പേർക്ക് ഓർത്ത് വെച്ചിട്ട് എന്നെ വിഷൊക്കെ ചെയ്തിരുന്നു. സോ താങ്ക് യു എവ്രി വൺ. പിള്ളേരുടെ പരിപാടികളൊന്നും ഇപ്രാവശ്യം ചെയ്തില്ല, സാഹചര്യം അങ്ങനത്തെ ആയിരുന്നു. സോ വി ഡിഡ്ന്റ് ഡു എനിത്തിങ് അവരുടെ ബർത്ത്ഡേസിന് ഇപ്രാവശ്യം. ബട്ട് ലേറ്റ് ആയിട്ടാണെങ്കിലും മേ ബി ചിലപ്പോൾ ചെയ്യായിരിക്കും. ഐ ഡോണ്ട് നോ. ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദ കിഡ്സ്. അവർക്ക് ഇതിലൊന്നും ദിസ് ഷുഡ് നോട്ട് എഫക്റ്റ് അവരുടെ ഒരു ചൈൽഡ്ഹുഡ്, റൈറ്റ്? ആൻഡ് അച്ഛനും എപ്പോഴും അതൊക്കെയാണ് പറയാറ്, നോക്കരുത്. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ചെയ്യില്ലല്ലോ. ലൈക്ക് ഒരു കൊല്ലം നമ്മൾ ഓണം, വിഷു പരിപാടികൾ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല, ആഘോഷിക്കില്ല. അതൊന്നും അച്ഛന് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അച്ഛനെന്ത് പറയും, അങ്ങനത്തെ ഒന്നും നോക്കരുത്. ആഫ്റ്റർ യുവർ പാസിങ് ദ റെസ്റ്റ് ഓഫ് ദ ഫാമിലി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യു ഹാവ് ടു കണ്ടിന്യൂ ലിവിങ്. അങ്ങനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യനായിരുന്നു കേട്ടോ. So I want to take some tips from that. എൻ്റെ തൊണ്ട ഇടറുമ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വരും ഇപ്പോൾ. I want to take tips from those things that he has taught me. കുട്ടികളുടെ കാര്യങ്ങൾ it has to go on. അപ്പോൾ നോക്കട്ടെ, പറ്റെങ്കിൽ അവരുടെ എന്തെങ്കിലും ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്ന് പറയുന്ന മാതിരി ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് നോ ചെയ്യുമോയെന്ന്, നോക്കട്ടെ. ബട്ട് തൽക്കാലം നമുക്ക് ഒരു ബിലേറ്റഡ് ഫാദേഴ്സ് ഡേയുടെ ഒരു ഡിന്നറിന് ഇപ്പോൾ ഇറങ്ങാം. ഓക്കെ, ചെറുത് തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയിലാട്ടോ നമ്മളിവിടെ വന്ന് എത്തി. നമ്മൾ ആക്ച്വലി ചട്കാസിലേക്കാണ് വന്നത്. ചട്കാസ് ഈസ് ഇവിടുത്തെ ഒരു പോപ്പുലർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. തിരക്ക് എന്താ, വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഭയങ്കര റഷ്. സോ ചട്കാസിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ അതിന് മുമ്പ്. നല്ല ഫുഡാട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ എത്തിയതും പാർക്ക് ചെയ്തതും എനിക്ക് വിശപ്പ്, കഠിന വിശപ്പ്. അപ്പോൾ സുണ്ണാണെങ്കിൽ അവിടെ നമ്മുടെ ക്യൂല് നമ്മുടെ പേരിടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. വിശക്കുണ്ടോടാ സാനുമണി? നോ. സാശുമാ വിശക്കുണ്ടാവുക. അതവിടെ പെന്നും പെൻസിലും പിടിച്ചിട്ട് ഇരിക്കണ്ട. അതിനൊരു ബുക്കും പെൻസിലും കൊടുത്താൽ കുറച്ചേരം സമാധാനമായിരിക്കും. അതാണ് കൊടുത്തിരിക്കണേ. അതെ, അവിടെ പോയിട്ട് എന്താവോ നല്ല വിശപ്പുള്ളപ്പോഴേ ഈ ക്രാവ് വാശി പിടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓർത്തില്ല, സഹിച്ച് നമ്മൾ കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ് പെട്ടെന്ന്. സാനൂനാണെങ്കിൽ അവൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അവൾക്ക് അവളുടെ വല്ല ഫുഡാണെങ്കിലൊക്കെ ഇഷ്ടമുള്ളൂ. ആകെ പനീറും ഞാൻ മാത്രം ഇന്ത്യൻ ഫുഡ് കഴിക്കണ ഒരു കുട്ടി കേട്ടോ. അതുകൊണ്ട് നാട്ടിൽ പോയപ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയോ, അവൾക്ക് ഫുഡൊന്നും ശരിയാവാതെ. അതുകൊണ്ട് നീ ഓരോന്നൊക്കെ കഴിച്ച് ശീലിക്കടാ. യു ഡു, ബട്ട് നോട്ട് ആസ് മച്ച്. കുറച്ചും കൂടെ ഒക്കെ ഇന്ത്യൻ ഫുഡ് കഴിക്കണം മണി കേട്ടോ. ബിക്കോസ് നീ ഇന്ത്യൻ ആണ്, അതുകൊണ്ട്
അവളുടെ വിചാരം അവൾ ഇന്ത്യൻ അല്ല എന്നാണ് കേട്ടോ. അവനോ ഐ ഓസ്ട്രേലിയൻ എന്നാണ് പറയാ. പക്ഷെ നിന്റെ അച്ഛനും അമ്മയും നല്ല ശുദ്ധമായ ഇന്ത്യൻസ് ആയതുകൊണ്ട് നീ ഇന്ത്യൻ ഫുഡ് കഴിക്കും. ഓൾറൈറ്റ്, സുനിൽ അവിടെ പോയിട്ടുണ്ട്. എന്തായാവോ എന്തോ കിട്ടുന്ന വിശപ്പ്. ഞാൻ ഇപ്പൊ കുറച്ചിങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ സുനിൽ വെച്ച വിശക്കണില്ലേ, ഞാൻ നോട്ട് ദാറ്റ് മച്ച് കഴിക്കാൻ അത്രേ ഉള്ളൂ. എന്തോ പെട്ടെന്ന് അങ്ങോട്ട് വല്ലാണ്ട് വിശന്ന് തുടങ്ങി. അതും ആവാം, അതിൻ്റെ ആയിരിക്കാം. പിന്നെ എനിക്ക് ഇവിടെ എത്തിയ ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ വന്നിട്ടും കൂടെയുള്ള ഒരു വിശപ്പില്ലേ, അതും കൂടി ആവാം കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആയി. അപ്പോൾ സോ ഐ എം ലൈക്ക് ഫോഴ്സ്ഫുള്ളി ട്രൈ ടു ഈറ്റ് എ ലോട്ട് മോർ, കുറച്ചും കൂടെ ആസ് വെൽ. അതിനും കൂടെ കൂടിയിട്ടായിരിക്കാം. ഓ സുനിൽ ഇവിടെ പോയാൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആണോ ദാശമ്മ? അതിനെ കാണാനില്ല. ആണോ ദാശമ്മ? എന്ത് ദാശമ്മ ചെയ്യണേ? അതെടാ 20 minutes വെയിറ്റ് ഉണ്ട്. അപ്പോ അവര് ഇങ്ങനത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു, വെയിറ്റിംഗിന്റെ സമയം കൊണ്ട്. ഗുഡ്. എന്തൊക്കെയാ ഓർഡർ ചെയ്ത പറപ്പോ? ഒരു ചോലെ ഭട്ടൂരെ, ഒരു അമൃത്സരി ആലു കുൽച്ച വിത്ത് ചോലെ, പിന്നെ ഒരു പനീർ പക്കോട, ഒരു ഹലപ്പിനോ പോപ്പസ്, പിന്നെ സാനൂന് പനീർ ബട്ടർ മസാല, ബട്ടർ നാൻ, ചെറുതിന് ചിപ്സ്, ഗാർലിക് നാൻ, പിന്നെ മാംഗോ ലസ്സി. വിശന്നിട്ട് വയ്യ. അപ്പൊ ആ സാധനം ബസ് അടിക്കുമ്പോഴാണ് നമുക്ക് ചെല്ലാണ്ടോ. എന്നെ കാണാല്, ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ ആ QR കോഡ് സ്കാൻ ചെയ്ത് ഫുൾ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് പറഞ്ഞത്. ചോലെ ഭട്ടൂരെ, പപ്പടി ചാട്ട്, പനീർ ബട്ടർ മസാല, ബട്ടർ നാൻ, അമൃത്സരി ആലു കുൽച്ച, ചോലെ, അതിൻ്റെ കൂടെ പനീർ പക്കോട, ഹാലപ്പിനോ പോപ്പേഴ്സ്, ഹോട്ട് ചിപ്സ്, മാംഗോ ലസ്സി, ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ ചട്ട്കാസിൽ നല്ല ഫുഡാണ്, വെജിറ്റേറിയൻ ആണെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടെ വരാറ്. സോ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ അവരുടെ ആപ്പിൽ തന്നെ ഓർഡർ ചെയ്തു. ഇപ്പോൾ സുനിലിൻ്റെ ഫോണിൽ തന്നെ ആപ്പിൽ തന്നെ എല്ലാം ഓർഡർ ചെയ്തു. ഇതാ കണ്ടോ, ഇങ്ങനെ തന്നെ ഫുൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ചെയ്തു. റെഡി ആ സാധനം അടിക്കുമ്പോഴാണ് നമുക്ക് ചെല്ലണ്ടേ. നല്ല ക്യൂ ഉണ്ട്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ പാർക്കിംഗ് ലോട്ടിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് അത്ര ആൾക്കാർ കേട്ടോ. സോ ലെറ്റ്സ് സീ, ടേൺ വേഗം വരുമെന്ന് വിചാരിക്കണം. അവർ 20 minutes വെയിറ്റ് എന്നാ പറഞ്ഞേക്കണേ. ബട്ട് വി ആർ ലക്കി. അടിച്ചു മോനെ. ലെറ്റ്സ് ഗോ. ഇരുന്നോളൂ. ഇനി അങ്ങോട്ട് ഒരു ഭക്ഷണം കഴിക്കൽ മാമാങ്കാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഈ വിഷമം കാരണം മെലിഞ്ഞിരുന്നു, കുറേ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഫോഴ്സ്ഫുള്ളി കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചട്ട്കാസിലൊക്കെ വന്നാൽ പിന്നെ എൻ്റെ തീറ്റ കുറച്ച് അധികമാവും. സുള്ളി നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് കുറേ കഴിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു കോൺഷ്യസ് ഡെസിഷൻ എടുത്തിട്ട് ഐ എം ട്രൈങ് ടു ഈറ്റ് മോർ, ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടി, നോട്ട് ടു ലൈക്ക് ഭയങ്കര തടി കൂട്ടാൻ. ഹാലപ്പിനോ പോപ്പേഴ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ചെറുതിനൊന്നും കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. സാശു ഞാൻ അതൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുക. സാനു പിന്നെ വളരെ ലിമിറ്റഡ് സാധനങ്ങളെ കഴിക്കൂ. ആ പനീർ പക്കോറ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഷാണ് പിന്നെ അവൾ ട്രൈ ചെയ്തുള്ളൂ. പിന്നെ ഫ്രൈസും കുറച്ച് ഓർഡർ ചെയ്തു കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ പനീർ പക്കോറ ഈ ഒരു ടാമറിൻ ചട്നിയിൽ കൂട്ടി കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. സിഡ്നിയിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ. കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. മാംഗോ ലസ്സി ആയിട്ടോ അതിരുന്ന് കഴിക്കണേ. അവൾക്കൊന്ന് കുട്ടി ഗ്ലാസ്സിൽ കൊടുത്തു. അതവിടെ ഭക്ഷണമായതുകൊണ്ട് പിന്നെ ഇരിക്കും. ചോലെ ഭട്ടൂര ഞാൻ ഓർഡർ ചെയ്തത്, എൻ്റെ തലയുടെ അത്ര ഉണ്ടായിരുന്നു ഓരോ ഭട്ടൂരയും. എന്നാലത്തെ ഒരെണ്ണയ്ക്ക് കഴിക്കാൻ തന്നെ പറ്റുള്ളൂ. നല്ല അടിപൊളി ചോല അവരുടെ കേട്ടോ. അതിൻ്റെ കൂടെ ആ പിക്കിളും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഇട്ട് യമ്മി. അതിങ്ങനെ കണ്ടു ഹോട്ടായിട്ടാണ് നമുക്ക് കൊണ്ടുവരിക. അതിനെ കുത്തി ഓട്ടാക്കിയിട്ട് വേണം അതിൻ്റെ ആ വീർത്ത് നിൽക്കണ കണ്ടീഷനിൽ മാറ്റിയെടുക്കാൻ. അത് എന്നിട്ട് ഈ ചോലയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ഹെവൻലി. അത്രയും നല്ല ഫുഡാണ്. ആൻഡ് ഫുഡ് ക്യാൻ ആക്ച്വലി ചേഞ്ച് യുവർ മൂഡ്, റൈറ്റ്? ഞാൻ എന്തൊരു സന്തോഷിച്ചാണ്, കുറേ നാളിന് ശേഷം സന്തോഷിച്ച് ആസ്വദിച്ച് ഫുഡ് കഴിച്ച പോലെ തോന്നി. ബിക്കോസ് നമുക്ക് കുറച്ച് നേരത്തേക്ക് യുവർ സ്റ്റമക്ക് നിറയുമ്പോൾ നമുക്ക് മനസ്സും നിറയണ ആ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അഗൈൻ ഇതും സിഡ്നിയിലുള്ളവർ ട്രൈ ചെയ്യൂ, എടുത്ത ചോല ഭട്ടൂരെ.
ഈ ആലു സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു കുൽച്ചയാണ് സുനിൽ ഓർഡർ ചെയ്തത്. അതങ്ങനെ ചൂടോടെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ആ ബട്ടർ ഇടുമ്പോൾ അതിങ്ങനെ ഉരുകയാണ്. അപ്പോൾ ആ ബട്ടർ കണ്ടിട്ട് സാശു വിചാരിച്ചത് എന്തോ ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കണ്ടായിരുന്നു. ഇതും നല്ല കിടലനായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് എൻ്റെ ചോല ഭട്ടൂരായിരുന്നു നല്ലതെന്ന്. പനീറും ബട്ടർ നാനും മാത്രമാണ് നമ്മുടെ സാനുമണി കഴിക്കൂ. നാട്ടിൽ പോയപ്പോഴുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ അതായിരുന്നു അവൾ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഉഷാറായി കഴിച്ചു. അതന്നെ എൻ്റെ ഇടയിൽ ഒന്ന് വണ്ടിയിൽ വന്നു ഞാൻ. ഇവളുടെ ഉടുപ്പ് നിറച്ച് ആ മാംഗോ ലസ്സി ആയിട്ടേ, പിന്നെ അത് ആ ഉടുപ്പിൽ നിന്ന് നക്കി തിന്നാൻ തുടങ്ങിയിരിക്കണു. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൽ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ചുള്ളൂ. തിന്നണേൻ്റെ പകുതി വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സുള്ളും സാധനവും ഉള്ളിൽ തന്നെയൊക്കെയാണ്. കുഞ്ഞിപ്പണേ നീ കാരനല്ലേ? അല്ലേ കുഞ്ഞിപ്പണേ? കുഞ്ഞി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുതിന് ഇരിക്കുക പുറത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും കയ്യിൽ ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും വയ്ക്കും. ബിക്കോസ് വലിയ ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ ബുക്കിൽ വരച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം ബേബി ബാഗിലെ ഒരു ആക്സസറിയായി മാറിയിരിക്കണു. എവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും കയ്യിൽ. എനിവേസ് എ ബ്യൂട്ടിഫുൾ നൈറ്റ് എൻഡ്സ് ഹിയർ. പിന്നെ പാട്ടൊക്കെ കേട്ട് നമ്മളിതാ പതുക്കെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോയിട്ടോ. അഗൈൻ ഹീലിംഗ് പ്രോസസ്സ്. ദാ കുറേ സ്വീറ്റ്സും ഉണ്ട് കയ്യിൽ. മൺഡേ ആണ് കേട്ടോ. ഞാൻ ഫ്രൈഡേ ഓഫീസിൽ പോയത് കാണിച്ചു തന്നല്ലോ. ഫ്രൈഡേ ആകെ ഒരു 5-6 പേരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡേ പോയി തുടങ്ങിയത്. എനിക്കെന്തോ ഇപ്പോഴും ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ 9 years ആയി ആ കമ്പനിയിൽ. എല്ലാവരും ഇവർക്ക് തന്നെ അറിയാം. അപ്പം എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കണു, സംസാരിക്കണു, എന്താ ഉണ്ടായേ എന്നൊക്കെ തന്നെ ചോദിക്കൽ. അപ്പോൾ അതൊക്കെ എനിക്കൊരു വിഷമം. അതായിരുന്നു എനിക്ക് ഓഫീസിൽ പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ മെട്രോയിൽ പാർക്ക് ചെയ്തേ കേട്ടോ. ഒരു മൺഡേ ആണ്. ആൻഡ് യു ഹാവ് ടു ഫേസ് യുവർ ഫിയേഴ്സ് റൈറ്റ്. നമ്മൾ എത്ര വെച്ചിട്ട് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിൽ പോകാൻ വിചാരിച്ചു. നല്ല തിരക്ക്. ഞാൻ പുതിയ മെട്രോ ലൈൻ കാണിച്ചു തന്നല്ലോ, കിടിലനായിട്ടുണ്ട്. ബട്ട് എന്താ ഉണ്ടായെച്ചാൽ ഇപ്പോൾ നാട്ടുകാർ ഈ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തുനിന്ന് എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടാണ് മെട്രോ പിടിച്ചിട്ടൊക്കെ സിറ്റിയിലേക്ക് ഓഫീസിലേക്കൊക്കെ പോണേ. ബട്ട് എന്താ ഇപ്പം ഉണ്ടായെച്ചാൽ നമുക്കൊക്കെ പാർക്കിംഗ് കിട്ടാൻ പാടായി. അപ്പോൾ ഞാൻ എവിടേക്കോ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ വന്നിട്ടോ. ഞാൻ ഒരു 7 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഭയങ്കര പാർക്കിംഗ് ടൈറ്റായിരിക്കണം. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇത് ഭയങ്കര അടിപൊളി സംഭവമുണ്ട്. ടിക്ടോക്കിലും എല്ലാ ന്യൂസിലും യൂട്യൂബിലും ഒക്കെ എല്ലാവരും ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് തന്നെ കേട്ടോ പറയണതും പോസ്റ്റ് ഇടുന്നതും ഒക്കെ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അങ്ങനെ ദാറ്റ് ഈ ഒരു സംഭവം ഭയങ്കര കിടിലനായിട്ടുണ്ട്. സോ ഏതായാലും ഞാൻ ഓഫീസിൽ പോട്ടെ. കുറച്ച് നേരം ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് തിങ്ക് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് പോന്നു. പിന്നെ ബാക്കി വീട്ടിൽ നിന്ന് ചെയ്തു. ഇന്ന് കുറച്ചെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുണ്ട്. ലെറ്റ്സ് സീ. ബട്ട് വെതറൊക്കെ നല്ല ഭംഗിയായിട്ടോ. അടിപൊളി വെതറായി. വെരി നൈസ് ബ്രൈറ്റ് സണി. ഒരു ചെറിയ കാറ്റുണ്ട്. ബട്ട് ജാക്കറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ബ്ലേസർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇനഫ്. ഇനി അതൊക്കെ നമുക്ക് പാൻസൊക്കെ സ്കേർട്ടിലേക്കൊക്കെ വരാൻ എന്നുള്ള വെതറായി വരുന്നു. സ്പ്രിങ് അല്ലേ. സോ ബ്യൂട്ടിഫുൾ. വേണ്ടില്ലേ ഇങ്ങനെ കഴിഞ്ഞിട്ടാട്ടോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ. ഞാനൊക്കെ ഈ അറ്റത്തിൻ്റെ അപ്പുറത്തൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. ഇങ്ങനെ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, അങ്ങനെ ഈ ക്യൂ ആണ് ഉള്ളിൽ കയറാൻ തന്നെ. ബട്ട് സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഈ ഭാഗത്തൊക്കെ പ്രോപ്പർട്ടിക്ക് തന്നെ വില കൂടി ഈ ഒരു ഫുൾ സെറ്റപ്പൊക്കെ വന്നുകൊണ്ട്. കാറ്റടിക്കണം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എയർപോർട്ട് വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഉച്ചയ്ക്ക് അത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ബട്ട് എനിവേസ് ഞാൻ ഇറങ്ങിയിട്ടോ. സംസാരിച്ച് ചെറിയ ബ്രേക്കൊക്കെ മനസ്സിന് കിട്ടിയ മാതിരി ഫീലിംഗ് ഉണ്ട്. കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഞാൻ ഇനി തിരിച്ച് വീട്ടിൽ പോകട്ടെ കേട്ടോ. സോ ഗൈസ്, കുറച്ച് വിശേഷങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേ. ഞാൻ ഹൗ ഐ പുട്ട് മൈ മൈൻഡ് ആൻഡ് ഹാർട്ട് അറ്റ് ഈസ്. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കടക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണേ ആൻഡ് അങ്ങനത്തെ കുറേ വിശേഷങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. ആൻഡ് എല്ലാം കൂടെ ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാം കൂടെ ഇറ്റ്സ് ഹെൽപ്പിങ്. എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനല്ല ഈ ആഴ്ച എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ വെയിറ്റൊക്കെ ഒന്ന് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭക്ഷണമൊക്കെ നന്നായി സുള്ളിലൊക്കെ തീറ്റിപ്പിച്ച് കുറച്ച് വെയിറ്റൊക്കെ ഒന്ന് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് കിഡ്സ് എല്ലാ കാര്യങ്ങളായിട്ടും ഭയങ്കര ബിസിയാണ്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് എത്ര പേരാണ് നിങ്ങളെല്ലാവരും എന്നെ മെസ്സേജ് ചെയ്തു.
ഇമെയിൽസ് അയച്ചു, കോണ്ടാക്ട് ചെയ്തു തന്നെ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എത്ര പേര് എന്നെ മെസ്സേജ് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റോറീസ് ഷെയർ ചെയ്തതും എങ്ങനെയാണ് അവരിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തത്. ആൻഡ് യു നോ, എന്നെ കുറേ കണ്ട് പരിചയമുള്ളവർക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റി അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ചെയ്തത് ഈ ഒരു ഹോൾ സിറ്റുവേഷൻ. ആൻഡ് ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്, ആൻഡ് ഹൗ യു ഹാവ് ടു ആൻഡ് നീഡ് ടു മൂവ് ഓൺ എന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളൊക്കെ തന്നെ കുറേ പറഞ്ഞു തന്നു. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് റിയലി ഹെൽപ്പിങ് മീ. മനസ്സൊക്കെ ഒന്നിങ്ങനെ ശരിയായി വരുന്നു. ഇപ്പോഴും ഞാൻ എന്നും അച്ഛനെ സ്വപ്നത്തിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് എന്നോട് പറയായിരുന്നു ദാറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ് മീൻസ് ഹീസ് ദെയർ വിത്ത് യു. അങ്ങനെ എല്ലാവർക്കും സ്വപ്നത്തിലൊന്നും വരുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് മീൻസ് ഇറ്റ്സ് സംതിങ് ഗുഡ്. ഹീസ് ദെയർ വിത്ത് യു, ഹീസ് ലുക്കിംഗ് ആഫ്റ്റർ യു. അതാണ് അതിൻ്റെ ഒരു അർത്ഥം, അങ്ങനെയാണ് ഇത്ര അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നൊക്കെ അവനെ പറഞ്ഞു തന്നപ്പോൾ I feel a lot more at peace. അപ്പോൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു കേട്ടോ. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഒക്കെ ഭയങ്കര, ഇറ്റ്സ് ഇമ്മെൻസ്. അത് പറയാൻ പറ്റണില്ല എനിക്ക് ഹൗ അമേസിങ് ഇറ്റ് ഫീൽസ് ദാറ്റ് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത എത്ര പേരാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും ഞാനൊന്ന് ഈ സിറ്റുവേഷനിൽ റിക്കവർ ആവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണു എന്നൊക്കെ പറയുമ്പോൾ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ കേട്ടോ. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ. സോ ഇനിയും കുറേ കിടിലം വീഡിയോസൊക്കെ ഇനി ഞാൻ കൊണ്ടുവരാം. കുറേ പേര് എന്നോട് പറഞ്ഞു റീൽസൊക്കെ ഇനിയും ചെയ്യണം, ബിക്കോസ് കാണാനില്ലാത്തപ്പോഴാണ് കുറേ പേര് റിയലൈസ് തന്നെ ചെയ്തത് എൻ്റെ റീൽസ് ഇഷ്ടമാണ് കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ കുറേ സ്ക്രിപ്റ്റിങ്ങും പരിപാടിയൊക്കെ ഇനി ഞാൻ പതുക്കെ തുടങ്ങട്ടെ. ഇനി കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്, കുറേ വിശേഷങ്ങൾ ഇനി നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ട്. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇനിയും എന്നെ എല്ലാവരും എഴുതി അറിയിക്കൂ വിശേഷങ്ങളൊക്കെ. And until we see you in the next video, this is bye from Shruti and bye from ഒരു സിഡ്നി മലയാളി. Bye guys.